ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഞാൻ ഷെഹറൂബ ഷമീർ. നമുക്കിന്നൊരു അടിപൊളി തണ്ണിമത്തൻ ഫലൂദ ഉണ്ടാക്കിയാലോ? പെരുന്നാളിന് വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ അവർക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സേമിയ കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി 1/2 കപ്പ് സേമിയയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് ഇതിട്ട് കൊടുക്കാം. ഇനി ഒരു 5 മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. ഓവറായിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ, അത് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടിക്കോളും. ഇതിപ്പോൾ ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊരു സ്ട്രെയിനറിലൂടെ ഊറ്റിയെടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അത് ഒട്ടിപ്പിടിക്കൊന്നുമില്ല, പിന്നെ പെട്ടെന്ന് തന്നെ തണുത്ത് കിട്ടിക്കോളും. അപ്പോൾ ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് കസ്കസ് ഒന്ന് കുതിർത്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി 1 ടേബിൾ സ്പൂൺ കസ്കസയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 1/2 കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇത് നന്നായി കുതിർന്ന് കിട്ടിക്കോളും. അപ്പൊ ഇനി ഇതും മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് തണ്ണിമത്തനാണ്. അപ്പൊ ഞാൻ തണ്ണിമത്തന്റെ കുരു എല്ലാം കളഞ്ഞ് ചെറിയ പീസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല തിക്കായിട്ടുള്ള ഫലൂദ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ തണ്ണിമത്തൻ എടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. തണ്ണിമത്തൻ ഇപ്പോൾ ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കതൊരു ബൗളിലേക്ക് മാറ്റാം. വേണമെങ്കിൽ ഇതൊന്ന് അരിച്ചെടുക്കാം കേട്ടോ. ഇനി കുരുവൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കളയാനായിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇത് അരിച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷമാണ് ബൗളിലേക്ക് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. പാല് തിളപ്പിച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുപ്പിച്ചെടുത്തതാണ് കേട്ടോ. ഇനിയിപ്പോൾ തിളപ്പിക്കാത്ത പാല് വേണമെങ്കിൽ അതും ചേർക്കാം. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് പഞ്ചസാര ചേർക്കണം. അപ്പോൾ ഞാനിവിടെ കണ്ടൻസ്ഡ് മിൽക്ക് 4 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. കണ്ടൻസ്ഡ് മിൽക്കിന് പകരം പഞ്ചസാര ചേർത്താലും മതി. നമ്മൾ സേമിയ കുക്ക് ചെയ്തതിലൊന്നും പഞ്ചസാര ചേർത്തിട്ടില്ല. അപ്പോൾ അതിലേക്കും കൂടിയൊക്കെ ഉള്ള പഞ്ചസാര ഈ വത്തക്ക ജ്യൂസിൽ നമ്മൾ ചേർത്ത് കൊടുക്കണം. ഇതിപ്പോൾ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത്യാവശ്യം നല്ല തിക്കിൽ തന്നെയാണ് നമ്മുടെ തണ്ണിമത്തൻ ജ്യൂസ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇനി എങ്ങനെയാണ് ഫലൂദ സെറ്റ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് റോസ് സിറപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഫലൂദയൊക്കെ ഉണ്ടാക്കുമ്പോൾ റോസ് സിറപ്പ് മസ്റ്റാണ് കേട്ടോ. ഈ റോസ് സിറപ്പ് എല്ലാ കടകളിലും വാങ്ങാനായിട്ട് കിട്ടും. ഇതിന് വലിയ വിലയൊന്നുമില്ല. നമ്മളൊരു ബോട്ടിൽ വാങ്ങിക്കുകയാണെങ്കിൽ കുറേ കാലം നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചാൽ മതി. അപ്പോൾ കൂടുതലൊന്നും ചേർക്കേണ്ട, 2 ടേബിൾ സ്പൂണൊക്കെ ഗ്ലാസ്സിലേക്ക് ചേർത്തെടുത്താൽ മതി. ഈ തണ്ണിമത്തനും റോസ് സിറപ്പും പാലും ചേർന്ന് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള സേമിയ ഒരു 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഒത്തിരി ഒന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നത് നല്ലൊരു തിക്നെസ്സിന് വേണ്ടിയിട്ടും കാണാനൊരു ഭംഗിക്കും കൂടി വേണ്ടിയിട്ടാണ്. പിന്നെ ഫലൂദ സെറ്റ് ചെയ്തെടുക്കുന്നതിലാണ് കേട്ടോ പ്രാധാന്യം. അപ്പോൾ ഇതിനു മുമ്പ് ഞാനൊരു സാധാരണ ഫലൂദയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് കസ്കസ കുതിർത്തത് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനിയിപ്പോൾ ഇങ്ങനെ സെറ്റ് ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് ഇതെല്ലാം കൂടെ ഒരു ബൗളിലിട്ട് മിക്സ് ചെയ്തെടുത്താലും മതി. നമ്മളിതെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം ഒരു സ്പൂൺ വെച്ച് മിക്സ് ചെയ്തിട്ട് കുടിക്കുകയാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് തണ്ണിമത്തൻ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. നല്ല തിക്കായിട്ടുള്ള ജ്യൂസ് തന്നെ ഉണ്ടാക്കാൻ നോക്കട്ടോ, അപ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ കൂടുതൽ വത്തക്ക ചേർത്ത് കുറച്ച് പാലും ചേർത്ത് അടിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പഞ്ചസാരയ്ക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരു സ്കൂപ്പ് വാനില ഐസ്ക്രീം ചേർത്ത് കൊടുക്കാം. വാനില ഐസ്ക്രീമും കൂടി ചേർത്താലാണ് നമ്മുടെ ഫലൂദ കംപ്ലീറ്റ് ആവുക. ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് റോസ് സിറപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് നട്ട്സ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പിസ്തയും ബദാമുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള നട്ട്സ് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ഒരു തണ്ണിമത്തൻ്റെ പീസും കൂടി ഞാൻ ഇതിന്മേൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ വാട്ടർമെലൺ ഫലൂദ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഗസ്റ്റൊക്കെ വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കാണ്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നാളെ നല്ലൊരു അടിപൊളി വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്